ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും കവർ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം നമ്മളിതിൻ്റെ നോട്ട്സും മറ്റ് പോൾ ക്വസ്റ്റനൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ടെലഗ്രാം ചാനലായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫലപ്രദമാവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനോടെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ സി എ അനലിസ്റ്റിൻ്റെ നമ്മുടെ മെയ് മാസത്തെ ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 2026 മെയ് മാസത്തിലെ ആദ്യ ചോദ്യം ഇതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റ് മാറുകയാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ CDS അല്ലെങ്കിൽ സംയുക്ത സൈനിക തലവൻ എന്ന് പറയുന്ന ആ പദവിയിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന അനിൽ ചൗഹാൻ മാറുന്നു. പുതിയ ആൾ വരുന്നു. ആരാണ്? NS രാജസുബ്രഹ്മണ്യാണ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ CDS ആയിട്ട് അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് അല്ലെങ്കിൽ സംയുക്ത സൈനിക തലവൻ എന്ന് മലയാളം, സംയുക്ത സൈനിക തലവനായിട്ട് നിയമിക്കപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഈ പറയുന്ന NS രാജസുബ്രഹ്മണ്യാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ CDS എന്ന പദവി രൂപീകരിക്കുന്നത് 2020 ജനുവരി മാസം 1-ാം തീയതിയാണ് കേട്ടോ. 2020 ജനുവരി മാസം 1-ാം തീയതിയാണ് ഇന്ത്യയിൽ CDS എന്ന പദവി രൂപീകരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യ CDS ആയിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജനറൽ ബിപിൻ റാവത്താണ്. ജനറൽ ബിപിൻ റാവത്താണ് ഇന്ത്യയുടെ ഫസ്റ്റ് CDS ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര് ജനറൽ ബിപിൻ റാവത്ത് എന്നാണ്. ജനറൽ ബിപിൻ റാവത്ത് എന്നാണ്. അങ്ങനെ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ CDS ആയിട്ട് നിയമിക്കപ്പെടുന്നു. അദ്ദേഹം 2021 ഡിസംബർ മാസം തമിഴ്നാട്ടിലെ കൂനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ വെച്ച് ഒരു ഹെലികോപ്റ്റർ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള 14 പേർ യാത്ര ചെയ്ത ഒരു വിമാനം, ഹെലികോപ്റ്റർ തകർന്നു വീഴുകയും ആ 14 പേരും ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ CDS ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് അനിൽ ചൗഹാൻ എന്ന് പറയുന്നത്. ആ അനിൽ ചൗഹാന് ശേഷം അദ്ദേഹം വിരമിക്കുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയുടെ മൂന്നാമത്തെ CDS ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് NS രാജസുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് ഓർക്കുക, ഇന്ത്യയിൽ CDS അഥവാ സംയുക്ത സൈനിക തലവൻ എന്ന പദവി കൊണ്ടുവരണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് കെ സുബ്രഹ്മണ്യം കമ്മിറ്റി. അപ്പൊ ഇന്ത്യയിൽ CDS എന്നൊരു പദവി കൊണ്ടുവരണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് കെ സുബ്രഹ്മണ്യം കമ്മിറ്റിയാണ്. ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കറിന്റെ പിതാവാണ് ഈ പറയുന്ന കെ സുബ്രഹ്മണ്യം എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇനി നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ തലവനായി നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ തലവനായ ദ ന്യൂ നേവി ചീഫ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ തലവനായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി നിയമിക്കപ്പെടുന്നു. വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. കെ ഫോൺ 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ISO, ഈ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാവുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച, അംഗീകാരം ലഭിച്ച കേരള സർക്കാരിൻ്റെ ഇന്റർനെറ്റ് പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ISOയുടെ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിൻ്റെ ഇന്റർനെറ്റ് പദ്ധതിയുടെ പേരാണ് ഈ പറയുന്ന കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ കെ ഫോണിന്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. കെ ഫോണിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. കെ ഫോണിന്റെ ഫുൾ ഫോം. ഇവിടെ ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ കെ ഫോണിന്റെ ഫുൾ ഫോം ചോദ്യമായി വരാം. ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ നിങ്ങളോട് 4 ഓപ്ഷനും അവൻ ഒരുപോലെ കൊടുക്കും. എന്നിട്ട് ആ 4 ഓപ്ഷൻ ഒരുപോലെ കൊടുക്കുമ്പോൾ അവിടെ അവൻ കേരള
അതേപോലെ തന്നെ കൊടുക്കും. ഫൈബർ നമുക്ക് തെറ്റ് വരത്തില്ല, നെറ്റ്വർക്ക് നമുക്ക് പണി കിട്ടത്തില്ല. പക്ഷെ ഇവൻ ഉണ്ടല്ലോ, ഈ ഒപ്റ്റിക്ക് ഇവൻ നമുക്ക് പണി തരും. കാരണം ഇവനെ നമുക്ക് ഒരുപാട് രീതിയിൽ ആ ഒപ്റ്റിക്ക് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. ഒപ്റ്റിക് എന്ന് പറയാം, ഒപ്റ്റിക്സ് എന്ന് പറയാം, ഒപ്റ്റിക്കൽ എന്ന് പറയാം, ഒരുപാട് രീതിയിൽ നമുക്ക് അവൻ എന്ത് ചെയ്യാം, ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പോൾ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ഇനി കെ ഫോൺ പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്തത് എന്നറിയണം. കെ ഫോൺ പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നാ. അപ്പൊ 2023 ജൂൺ മാസം 5-ാം തീയതിയാണ് ഈ കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണടാ. ഈ കെ ഫോൺ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം എന്ത്, മസ്കോട്ട് എന്ത് എന്നറിയണം. കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് ഫിബോ എന്ന കടുവയാണ്. ഫിബോ എന്ന കടുവയാണ് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം. അത് ഫിബോ എന്ന കടുവയാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ 2026 ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. പിന്നെ ബാക്കി കെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. സിക്കിമാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത, പേപ്പർലെസ് എന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ എന്നോ പറയാം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ ഫുള്ളി പേപ്പർലെസ് അല്ലെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ജുഡീഷ്യറി സ്റ്റേറ്റായി മാറുന്നത് സിക്കിമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ലയായി മാറുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ല ഏതെന്ന് വെച്ചപ്പോൾ ഏതാണ്, അത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് കൽപ്പറ്റയാണ്, കൽപ്പറ്റ പ്രദേശമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. ഗിഗ് തൊഴിലാളികൾക്കായി, ഗിഗ് വർക്കേഴ്സ് അല്ലെ, ഗിഗ് തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസംഘടിത മേഖല, ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി, ഊബർ, ഓല പോലെയുള്ള ഈ പറയുന്ന ഒരു സംഘടന ഇല്ലാത്ത ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ, അതാണ് ഗിഗ് തൊഴിലാളികൾ. ഈ ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടി ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. അത് കർണാടകമാണ്. അപ്പൊ ഗിഗ് വർക്കേഴ്സ്, സംഘടിതരല്ലാത്ത ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്, അത് കർണാടകമാണ്. അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ 2026 ഏപ്രിൽ മാസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ, ഇന്ത്യയിലെ ഏറ്റവും നീളമല്ല, ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. ഈ ഗംഗ എക്സ്പ്രസ് വേയുടെ നീളം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രയാണ്, അത് 594 കിലോമീറ്റർ ആണ്. ഉത്തർപ്രദേശിലാണ് 594 കിലോമീറ്റർ ആണ് ഗംഗ എക്സ്പ്രസ് വേയുടെ നീളം. അത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീററ്റിനെയും പ്രയാഗ്രാജിനെയും, ഉത്തർപ്രദേശിലെ മീററ്റിനെയും അതുപോലെ തന്നെ പ്രയാഗ്രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ കണക്ട്സ് ബിറ്റ്വീൻ മീററ്റ് ടു പ്രയാഗ്രാജ്. അപ്പോൾ കണക്ട്സ് ബിറ്റ്വീൻ മീററ്റ് ടു പ്രയാഗ്രാജ്. അപ്പോൾ മീററ്റിനെയും അതുപോലെ തന്നെ പ്രയാഗ്രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഇനി അത് പറയുമ്പോൾ അടുത്ത പോയിന്റ് വരുന്നു, ദ ലോങ്സ്റ്റ് എക്സ്പ്രസ് വേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് വേ. അപ്പൊ ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ, അല്ലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്, അത് ഡൽഹി ടു മുംബൈ ആണ്. ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് വേ ആണ്. അതിന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 1386 കിലോമീറ്റർ ആണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ എന്നറിയപ്പെടുന്നത് ഡൽഹി ടു മുംബൈ എക്സ്പ്രസ് വേ ആണ്. എൻ്റെ നീളം 1386 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗംഗ എക്സ്പ്രസ് വേ. 2026 ഏപ്രിൽ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കണക്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിനെയും പ്രയാഗ്രാജിനെയുമാണ്. അപ്പോൾ ഗംഗ എക്സ്പ്രസ് വേ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, മീററ്റിനെയും പ്രയാഗ്രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ നിലവിൽ വരുന്നത് ഏത് റൂട്ടിലാണ് എന്നാണ് ചോദ്യം. സർഖേജ് ടു ധോലേരയാണ്. സർഖേജ് ടു ധോലേര. ഈ സർഖേജ് ടു ധോലേര എവിടെയാണ്? ഗുജറാത്തിലാണ് ചെയ്യുന്നത്. സർഖേജ് അഹമ്മദാബാദിലും പിന്നെ ധോലേരയും.
അപ്പൊ സർഖേജ് ടു ധോലേര ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ നിലവിൽ വരുന്നത് ഏത് റൂട്ടിലാണ്? സർഖേജ് ടു ധോലേര റൂട്ടിലാണ്. അതിന്റെ ദൈർഘ്യം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രയാണ്? 134 കിലോമീറ്റർ ആണ് അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 134 കിലോമീറ്റർ ആണ് കേട്ടോ. 134 കിലോമീറ്റർ ആണ് അവന്റെ ദൈർഘ്യം. അവന്റെ പരമാവധി വേഗത എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 220 കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ 220 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിലാണ് അവന്റെ വേഗത എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 2026 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. അത് കൈലാഷ് സത്യാർത്ഥിയാണ്. സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാര ജേതാവായിട്ടുള്ള കൈലാഷ് സത്യാർത്ഥിക്കാണ് 2026 ലതാ മങ്കേഷ്കറിന്റെ പേരിൽ കൊടുക്കുന്ന ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കൈലാഷ് സത്യാർത്ഥിയാണ്. അങ്ങനെയെങ്കിൽ 2026 മെയ് മാസം MG യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ചലച്ചിത്ര താരം ആര് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. അപ്പൊ 2026 മെയ് മാസം MG യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് പദവി ലഭിച്ച മലയാള ചലച്ചിത്ര താരം ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ശ്രീ മമ്മൂക്കയാണ്. ഇതിനടുത്തത് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. മോസ്കോ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ സെന്റ് ജോർജ് പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഈ മോസ്കോ റഷ്യയിലെ മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് 2 പുരസ്കാരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, മോഹം എന്ന സിനിമ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മോഹമാണ്. പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചിത്രം. ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രത്തിന് അംഗീകാരം ലഭിക്കുന്നത് മോസ്കോയില്. അതാണ് മോഹം എന്ന് പറയുന്ന സിനിമ. അതിന്റെ സംവിധായകനെ നമുക്കറിയാം, ഫാസിൽ റസാഖ്. തടവ് എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിന്റെ സിനിമയാണ് തടവ് സിനിമ. ആ തടവ് സിനിമയുടെ സംവിധായകൻ കൂടിയായ ഫാസിൽ റസാഖാണ് മോഹം സിനിമയുടെ സംവിധായകൻ. ആ മോഹം സിനിമ മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ സെന്റ് ജോർജ് പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറുന്നു. ഇനി അതിലെ മോഹം സിനിമയിലെ നടിയായിട്ടുള്ള അമൃത കൃഷ്ണകുമാർ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. സിനിമയിൽ തന്നെ മോഹം സിനിമ. അപ്പൊ 2 അവാർഡുകൾ ലഭിക്കുകയാണ്. മികച്ച ചിത്രം മോഹം, അതിലെ നടിയായിട്ടുള്ള അമൃത കൃഷ്ണകുമാർ മികച്ച നടിക്കുള്ള പുരസ്കാരവും എന്തിയാണ്? ഏറ്റുവാങ്ങുകയാണെന്ന കാര്യം ഓർക്കുക. ഇതാണ് നമ്മുടെ ഫാസിൽ റസാഖ്, ഇതാണ് നമ്മുടെ ആ ഒരു മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട അമൃത കൃഷ്ണകുമാർ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. കാൻ ചലച്ചിത്രോത്സവത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. 2026 കാനസ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കും. കാനസ് ഫിലിം ഫെസ്റ്റിവൽ 2026 കാൻ ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിൽ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏത് എന്നാണ് ചോദ്യം. അമ്മ അറിയാൻ. അപ്പോൾ 2026 നടന്ന കാൻ ചലച്ചിത്രോത്സവത്തിൽ ലോക വേൾഡ് പ്രീമിയർ കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക എൻട്രി ആയിട്ട്, ഇന്ത്യയിൽ നിന്ന് ഏക ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് അമ്മ അറിയാൻ. അതിന്റെ സംവിധാനം നിർവഹിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? ജോൺ എബ്രഹാം ആണ് സംവിധാനം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത് ഇപ്പോൾ ഇറങ്ങിയ പടമാണ്. അല്ല, 1986 ഇറങ്ങിയ സിനിമയാണ് ഈ പറയുന്ന അമ്മ അറിയാൻ. ഈ അമ്മ അറിയാൻ എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ ഈ പറയുന്ന ജോൺ എബ്രഹാം എന്ന മനുഷ്യൻ 4 സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിൽ ഈ അമ്മ അറിയാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൾട്ട് ക്ലാസിക് സിനിമയാണ്. ഒരു പരീക്ഷണാർത്ഥമുള്ള സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമയ്ക്ക് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്കാലത്തെയും മികച്ച 10 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരേ ഒരു ദക്ഷിണേന്ത്യൻ ഫീച്ചർ ഫിലിമാണ്. അതായത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കാലത്തെയും മികച്ച 10 സിനിമകളെ, ഇന്ത്യൻ സിനിമകളുടെ പട്ടിക എടുത്തപ്പോൾ അതിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു ചിത്രമേ ഉള്ളൂ. അത് ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ എന്ന് പറയുന്ന ചിത്രമാണ്. 1986 പുറത്തിറങ്ങുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ തൻ്റെ ലൈഫിൽ 4 സിനിമ സംവിധാനം ചെയ്യുന്നു, അതിലൊന്ന് കൾട്ട് ക്ലാസിക്കായി മാറുന്നു. അത് അങ്ങനെ വേണം. നമ്മൾ 100 പടങ്ങൾ ചെയ്യുന്നു എന്ന് കാര്യമില്ല. ലോകം ഓർത്തു വെക്കാൻ ശേഷിയുള്ള ഒരു പടം ചെയ്യാൻ പറ്റുമോ? ആ ഒരു പടം മതി നിന്നെ ലോകമാകെ അംഗീകരിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിം മേക്കർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വെട്രിമാരൻ എന്നാണ്. നിങ്ങൾക്കറിയാം, വെട്രിമാരൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പടം ധനുഷിൻ്റെ പൊല്ലാതവനാണ്. അദ്ദേഹം ഒരു 7-8 പടം മാത്രമേ എടുത്തിട്ടുള്ളൂ. പൊല്ലാതവൻ, വടച്ചെന്നൈ, തമിഴ് ഡയറക്ടറാണ്. പിന്നെ വിസാരണൈ,
ഓസ്കാർ നോമിനേഷന് പോയ വിസാരണ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിടുതലൈ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ അസുരൻ സിനിമ, ഇതിൻ്റെയൊക്കെ ഡയറക്ടർ വെട്രിമാരനാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു 1-2 ഡയറക്ടേഴ്സ് ഒരാളാണ് വെട്രിമാരൻ. പിന്നെ ഒരു അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് വെട്രിമാരൻ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു 10-20 വർഷത്തെ കരിയറിൽ പുള്ളി എടുത്തിട്ടുള്ളത് ആകപ്പാടെ 7-8 പടം എടുത്തിട്ടുള്ളൂ. ആ 7-8 പടങ്ങളും കൾട്ട് പടങ്ങളാണ്, എല്ലാം കൾട്ട് പടങ്ങളാണ്. അങ്ങനെയാണ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് എന്താണ് ഈ പറയുന്ന യഥാർത്ഥ സിനിമ ശരിക്കും ഉണ്ടാക്കുകയല്ല, അത് ഉണ്ടാവുകയാണ്. ഉണ്ടാക്കൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് അല്ലേ, ഇറ്റ് ഹാപ്പൻസ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്കാലത്തെ മികച്ച 10 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരേ ഒരു ദക്ഷിണേഷ്യൻ സിനിമയാണ് ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ചിത്രമേ ഉള്ളതാണ് അമ്മ അറിയാൻ. 1986 പുറത്തിറങ്ങിയ സിനിമ. ആ സിനിമ ആ ചിത്രം അടക്കം അമ്മ അറിയാൻ, ന്യൂ റീസ്റ്റോർഡ് ഇൻ 4K ബൈ ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ, ജോൺ അബ്രഹാംസ്, അമ്മ അറിയാൻ, കാനസ് ഫിലിം ഫെസ്റ്റിവൽ. ഇനി ഈ മനുഷ്യനാണ് നമ്മുടെ ജോൺ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ, ഇദ്ദേഹമാണ്. ഇനി അമ്മ അറിയാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുമ്പോൾ സംഭവം വേറൊന്നുമല്ല, ഇത് ഒരു നക്സലിസ്റ്റിൻ്റെ ഒരു യുവ നക്സലിസ്റ്റ് മരണപ്പെടുന്നു. ആ നക്സലിസ്റ്റിൻ്റെ മരണവിവരം അറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെ തേടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോകുന്ന ആ ഒരു ഇതാണ് ഈ പടത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ അറിയാൻ ഈസ് എ കോംപ്ലക്സ് മൾട്ടി ലെയർഡ് ഫിലിം ദാറ്റ് റിവോൾവ്സ് around the death of a young Naxalite. His friends set out from Wayanad and travel to the village to inform the deceased man's mother that her only son is no more. അവൻ്റെ അമ്മയോട് പറയാനായിട്ട് പോകുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കാണണമെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അമ്മ അറിയാൻ. ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ എന്ത് ചെയ്യും, അത് കണ്ടേക്കും. അപ്പോൾ ഞാൻ വലിയൊരു മൂവി ലവറാണ്. അപ്പോൾ അങ്ങനെ തേടി പിടിച്ച് സിനിമകളൊക്കെ നോക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ അമ്മ അറിയാൻ എന്ന് പറയുന്നത് ഞാൻ കാണാൻ ശ്രമിക്കും. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. നമ്മുടെ അടുത്തുള്ള 1-2 സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിൽ കേരളത്തോടൊപ്പം തന്നെ കുറേ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് മുഖ്യമന്ത്രിമാരായി മാറിയത് എന്ന കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. അവിടെ വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കുകയാണ്. പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നത് ആരാണ്? അത് BJP സർക്കാരാണ് അധികാരം ഏറ്റെടുക്കുന്നത്. 15 വർഷം നീണ്ട മമതാ ഭരണം അവിടെ അവസാനിക്കുകയാണ്. മമതാ ബാനർജിയുടെ ആ സർക്കാർ അവിടെ വീഴുന്നു. പുതിയ BJP സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നു. ആരുടെ നേതൃത്വത്തിൽ? സുവേന്ദു അധികാരിയാണ് പുതിയ വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രി. ആരാണ്? സുവേന്ദു അധികാരിയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത് അധികാരമേറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് സുവേന്ദു അധികാരിയാണ്. അടുത്ത പോയിന്റ്, 2026 മെയ് മാസം അസമിന്റെ മുഖ്യമന്ത്രിയായി 2ാം തവണ വീണ്ടും അധികാരമേറ്റെടുത്തത് ആര് എന്നാണ് ചോദ്യം. അത് ഹിമന്ത ബിശ്വ ശർമ്മ, അഗെയിൻ BJP ആണ്. അപ്പോൾ 2026 മെയ് മാസം അസമിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2ാം തവണയും വീണ്ടും അധികാരമേറ്റെടുക്കുന്ന ആരാണ്? അത് ഹിമന്ത ബിശ്വ ശർമ്മയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വച്ചേക്കുക. ഇതാണ് നമ്മുടെ സുവേന്ദു അധികാരി, ഇതാണ് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2026 മെയ് മാസം പുതുച്ചേരി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. N രംഗസ്വാമി, വീണ്ടും അദ്ദേഹം തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ 2026 മെയ് മാസം പുതുച്ചേരി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് N രംഗസ്വാമിയാണ്. അങ്ങനെയെങ്കിൽ 2026 മെയ് മാസം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തത് ആര് എന്നാണ് ചോദ്യം. അത് ശ്രീ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന നമ്മുടെ ദളപതി വിജയ് ആണ്. ആരും പ്രതീക്ഷിച്ചില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അവിടെ ആരും പ്രതീക്ഷിച്ചില്ല. ആക്സസ് മൈ ഇന്ത്യയുടെ സർവേ ഒഴികെ ബാക്കി ആരും പ്രഡിക്റ്റ് ചെയ്യാത്ത കാര്യമാണ്. അവിടെ വിജയ് അധികാരത്തിലിരുന്നു. അവിടെ ആകെയുള്ള 234 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വിജയ്ക്ക് ലഭിക്കുന്നത് 108 സീറ്റുകളാണ് വിജയ്ക്ക് ലഭിക്കുന്നത്. അവിടെ വേണ്ട കേവല ഭൂരിപക്ഷം 117 ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗൊക്കെ അടക്കമുള്ള കുറച്ച് പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ 2026 മെയ് മാസം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റെടുത്ത് ജോസഫ് വിജയ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്, തമിഴക വെട്രി കഴകം. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം എന്നാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം എന്നാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെന്താ? തമിഴക വെട്രി കഴകം എന്നാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് എന്ന കാര്യം ഓർക്കുക. ഇനി ഏത് ചിഹ്നത്തിലാണ് മത്സരിച്ചത്? ചിഹ്നം വിസിൽ. ഓർത്തു വെക്കണേ,
വിസിൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻ രംഗസ്വാമി, നമ്മുടെ പുതുച്ചേരി മുഖ്യമന്ത്രി, ഇത് നമ്മുടെ വിജയണ്ണൻ. അടുത്ത പോയിന്റ്, കർണാടകയുടെ മുഖ്യമന്ത്രിയായി 2026 മെയ് മാസം ചുമതല ഏറ്റെടുത്തത് DK ശിവകുമാർ. DK ശിവകുമാർ. അതായത് കർണാടകയിൽ ശരിക്കും പറഞ്ഞ കോൺഗ്രസ് ആണ് 2021 മെയ് മാസം അധികാരത്തിലേറിയത്. കർണാടക കോൺഗ്രസിനകത്ത് അന്ന് ഇലക്ഷന് നേതൃത്വം കൊടുത്ത 2 നേതാക്കന്മാരാണ്, അവരുടെ തലമുതിർന്ന 2 നേതാക്കന്മാർ. ഒന്ന് DK ശിവകുമാറും പിന്നൊന്ന് ആരാന്നറിയാമോ? സിദ്ധരാമയ്യയും. ജയിച്ചു, ഇലക്ഷൻ 2 പേരും ജയിക്കുന്നു, 2 പേർക്ക് മുഖ്യമന്ത്രിയാവണം. ഒടുവിൽ പാർട്ടി പറയുന്നു ആദ്യ 2.5 കൊല്ലം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആവട്ടെ, അടുത്ത 2.5 കൊല്ലം DK ശിവകുമാർ മുഖ്യമന്ത്രി ആവട്ടെ. അങ്ങനെ സിദ്ധരാമയ്യ നേരെ ഇത്തവണ രാജിവെച്ച് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോവുകയാണ്. DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയാണ്. അപ്പൊ കർണാടകയുടെ മുഖ്യമന്ത്രിയായി 2026 മെയ് മാസം അധികാരം ഏറ്റെടുക്കുന്നത് DK ശിവകുമാർ ആണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച് നയപ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്? അത് കേരളമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി എത്ര ദിവസം വരെ? മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച് ഒരു സംസ്ഥാനം നയപ്രഖ്യാപനം ഇറക്കുന്നത്. ആ സംസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് കേരളം എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. കയ്യടി അർഹിക്കേണ്ട കാര്യം തന്നെയാണ്. അടുത്ത പോയിന്റ്, വിശാഖപട്ടണം ആസ്ഥാനമായി പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ ഏത് എന്നാണ് ചോദ്യം. അതിൻ്റെ പേര് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണാണ്. സൗത്ത് കോസ്റ്റ്. അപ്പോൾ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം ചെയ്യുന്നത് വിശാഖപട്ടണമാണ് കേട്ടോ. അപ്പോൾ വിശാഖപട്ടണം ആസ്ഥാനമായി പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് 2026 ജൂൺ മാസം 1-ാം തീയതി ഒഫീഷ്യലി അത് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ലോഞ്ച് ചെയ്തു. ഇനി അടുത്തത് അത് എന്തൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളൊക്കെയാണ് ബന്ധിപ്പിക്കുന്നതൊക്കെ പറയാൻ പോകുന്നത്. ദക്ഷിണ റെയിൽവേ, കിഴക്കൻ തീരദേശ റെയിൽവേ എന്നിവയുടെ നിശ്ചിത ഭാഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് പുതിയ സോണിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സോണുകളെ മെർജ് ചെയ്തിട്ടാ? ദക്ഷിണ റെയിൽവേ, സദേൺ റെയിൽവേ, അതുപോലെ തന്നെ കിഴക്കൻ തീരദേശ റെയിൽവേ എന്നിവയുടെ കുറച്ച് ഭാഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് പുതിയ സോണിന് രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ പരിധിയിൽ ഈ പറയുന്ന സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ പരിധിയിൽ ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആന്ധ്രാപ്രദേശ് വരും, പിന്നൊന്ന് അതിൻ്റെ മുകളിലുള്ള തെലങ്കാന വരും, പിന്നെ കർണാടക വരും, തമിഴ്നാട്. അപ്പോൾ കേരളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്, തൊട്ട് മുകളിൽ കർണാടക, അതിൻ്റെ മുകളിൽ ആന്ധ്രാപ്രദേശ്, അതിൻ്റെ മുകളിൽ തെലങ്കാന. അപ്പോൾ കേരളം ഒഴികെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് പ്രയോജനം ലഭിക്കുന്നു, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ജനനി. ആ വാക്കിൽ നിന്ന് തന്നെ മാതാവിൻ്റെ അംശം കിട്ടും അല്ലേ? അപ്പോൾ മാതാവിൻ്റെയും ശിശുവിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ജനനി പ്ലാറ്റ്ഫോമിൻ്റെ ഫുൾ ഫോം പഠിക്കണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ജേണി ഓഫ് ആൻറ്റിനാറ്റൽ, നേറ്റൽ ആൻഡ് നിയോനാറ്റൽ ഇൻ്റഗ്രേറ്റഡ് കെയർ എന്നാണ്. നിങ്ങൾ ഫുൾ ഫോം പഠിക്കണ്ട, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി അവിടെ കൊടുത്തതേ ഉള്ളൂ ഞാൻ. അപ്പോൾ ജനനി പ്ലാറ്റ്ഫോം മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി പ്ലാറ്റ്ഫോം എന്ന കാര്യം ഓർക്കുക. അത് പറയുമ്പോൾ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്നറിയണം. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡയാണ്. JP നഡ്ഡ അഥവാ ജഗത് പ്രകാശ് നഡ്ഡ. അപ്പൊ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് JP നഡ്ഡ അഥവാ ജഗത് പ്രകാശ് നഡ്ഡ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അടുത്ത പോയിന്റ്, രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ശാന്തിനികേതന്റെ എത്രാം വാർഷികമാണ് 2026 ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ശാന്തിനികേതന്റെ എത്രാം വാർഷികമാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞത് 125ാമത് വാർഷികം. അത് 1901 എന്ത് രൂപീകരിക്കുന്നത്? ഈ പറയുന്ന ശാന്തിനികേതൻ ആരംഭിക്കുന്നത്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിക്കുന്നത് 1901. അതിൻ്റെ 125ാമത്തെ വാർഷികം. നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ 125ാമത്തെ വാർഷികമാണ് 2026 ആചരിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെഥനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെഥനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് ദീൻ ദയാൽ തുറമുഖം, ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലെ ദീൻ ദയാൽ പോർട്ടിലാണ്. അപ്പോൾ ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെഥനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത്. അത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു പോയിന്റ് ഓർമ്മ വന്നു. നിലവിൽ കേരളത്തിലെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്നറിയണം. നിലവിൽ കേരളത്തിലെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി ഡി സതീശനാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ വി ഡി സതീശനാണ് നിലവിൽ കേരളത്തിലെ തുറമുഖ വകുപ്പ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വി ഡി സതീശനാണ് കേരളത്തിലെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. വി ഡി സതീശന്റെ വകുപ്പുകൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്ന് കിട്ടും. വി ഡി സതീശൻ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വകുപ്പുകൾ, അദ്ദേഹത്തിന്റെ വകുപ്പുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഈ വിയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം വിഴിഞ്ഞം പോർട്ട് ആ വിയിൽ നിന്ന് കണക്ട് ചെയ്യാം. ഡിയിൽ നിന്ന് കണക്ട് ചെയ്യാം ധനകാര്യം, കണക്ട് ചെയ്യാം. എസിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക മേഖല, ആ വാക്കിൽ നിന്ന് കണക്ട് ചെയ്യാം സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി എന്നിൽ നിന്ന് കണക്ട് ചെയ്യാം നിയമം, കണക്ട് ചെയ്യാം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആര് തന്നെ, വി ഡി സതീശ്. അപ്പൊ ഇത്രയും വകുപ്പുകൾ. പിന്നെ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ പൊതുഭരണവും ആര് തന്നെയാണ്, വി ഡി സതീശൻ തന്നെയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗേ ട്രീ സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം. ഭോപ്പാലിലാണ്. അപ്പൊ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗേ ട്രീ സ്ഥാപിച്ചത് ഭോപ്പാലിലാണ്. എന്താണ് ആൽഗേ ട്രീ? നോക്കിയേ, എന്താണ് ആൽഗേ ട്രീ? നമുക്കറിയാം വൃക്ഷങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൃക്ഷങ്ങൾ നശിക്കുന്നതിനനുസരിച്ച് പൊല്യൂഷനും അതുപോലെ നമ്മുടെ എയർ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ പറയുന്ന ഒരു ആൽഗേ ട്രീ, അതായത് മരത്തിന് തുല്യമാണോ, പക്കാ മരമാണോ എന്ന് വെച്ചാൽ അല്ല, എന്നാൽ മരത്തിന് തുല്യമായിട്ട് നല്ല ശുദ്ധമായ വാതകങ്ങളും ഈ പറയുന്ന നല്ല ഒരു എന്താ പറയുക ഓക്സിജൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് സമാനമായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആൽഗേ ട്രീ എന്ത് ചെയ്ത് സോളാർ സഹായത്തോട് കൂടിയിട്ടുള്ള ആൽഗേ ട്രീകൾ. നാളെ ചിലപ്പോൾ നമ്മളും നമ്മുടെ സ്ഥലങ്ങളിലും ഇതൊക്കെ നാളെ കണ്ടെന്ന് വരാം. അങ്ങനെ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ആൽഗേ ട്രീ ആരംഭിച്ചിരിക്കുന്നത് ഭോപ്പാലിലാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആൽഗേ ട്രീ ലോഞ്ച് ചെയ്ത് എവിടെയാണ്? ഭോപ്പാലിലാണ്. ക്ലീൻ ആയിട്ട് എയർ ക്ലീൻ ചെയ്യും, ഓക്സിജൻ ബൂസ്റ്റ് ചെയ്യും, സോളാർ പവേർഡ് ആണ്. കണ്ടോ, സോളാർ പവേർഡ് ആണ്. എ ന്യൂ സ്റ്റെപ്പ് ടുവേർഡ്സ് ക്ലീനർ സിറ്റി. നാളെ മരങ്ങൾക്ക് ബദലാണോ? അല്ല, പക്ഷെ ഒരു പരിധി വരെ എന്താണ്, മരങ്ങൾക്ക് ബദലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയല്ലേ? ഇത് നാളെ നമ്മുടെ സ്ഥലങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ? നോക്കാം നമുക്ക്. അപ്പൊ ഭോപ്പാലിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ആൽഗേ ട്രീ സ്ഥാപിതമായത് ഭോപ്പാലിലാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി ഉപഭോക്താക്കൾക്ക് ബാങ്കിങ് അക്കൗണ്ടുകൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പ്രഖ്യാപിച്ചൊരു പുതിയൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് കിൽ സ്വിച്ച്. അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള തട്ടിപ്പുകൾ, അല്ലെ, ബാങ്ക് അക്കൗണ്ടിലെ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് ബാങ്കിങ് അക്കൗണ്ടുകൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള RBI പ്രഖ്യാപിച്ച ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ പേരാണ് കിൽ സ്വിച്ച്. ആ സംവിധാനത്തിന്റെ പേരാണെന്ത്? കിൽ സ്വിച്ച് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഒരു കോർ ബാങ്കിങ് സംവിധാനമുണ്ട്. ആ കോർ ബാങ്കിങ് സംവിധാനത്തിന്റെ പേരാണ് ഇ കുബേർ എന്ന് പറയുന്നത്. എന്താ ഇ കുബേർ? അപ്പൊ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് എന്ത്? RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലേ? അപ്പൊ RBI വികസിപ്പിച്ച ഒരു കോർ ബാങ്കിങ് സംവിധാനമാണ് ഈ പറയുന്ന ഇ കുബേർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഒരു കോർ ബാങ്കിങ് സംവിധാനമാണ് ഇ കുബേർ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. കേരള സർക്കാർ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 ഒരു സമിതിയെ വെക്കുന്നുണ്ട്. അതായത് വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി
ഒരു ധവളപത്രം ഇറക്കുക, വൈറ്റ് പേപ്പർ ഇറക്കാൻ തീരുമാനിച്ചു. ധവളപത്രം എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിലവിൽ, അതിനകത്ത് റിപ്പോർട്ട് ഏകദേശം 5000 കോടി രൂപ ഖജനാവിലുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഇപ്പോഴും നമുക്ക് എത്ര രൂപ കടമുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സമഗ്രമായിട്ട് ഒരു ധവളപത്രം പുറത്തിറക്കി. അത് ആരാണ് പ്രിപ്പയർ ചെയ്തത്? ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ. ഡോക്ടർ കെ എം ചന്ദ്രശേഖറാണ് അതിനുവേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ. അപ്പൊ കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 ഒരു സമിതിയെ വെക്കുന്നുണ്ട്. ആ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ കെ എം ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു കമ്മിറ്റി വരുന്നു. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ചൊരു ഏകാംഗ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ അധ്യക്ഷനാണ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഇതേ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തന്നെയാണ് മുണ്ടക്കത്തോട്, തൃശ്ശൂർ മുണ്ടക്കത്തോട് പടക്ക നിർമ്മാണശാലയിൽ ഒരു പടക്ക നിർമ്മാണശാല കത്തിപ്പോയില്ലേ, ആ സംഭവം പഠിക്കാൻ വേണ്ടി നിയമിച്ചതും ആര് തന്നെയാണ്? ഇതേ CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം, തൃശ്ശൂർ പടക്ക ദുരന്തം, ഓക്കെ, വെടിക്കെട്ടല്ല, പടക്ക നിർമ്മാണശാലയിലെ ദുരന്തം പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനും ഈ പറയുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏത് എന്നാണ് ചോദ്യം. അത് നീതി ആയോഗാണ്, അല്ലേ? നീതി ആയോഗ്. അപ്പൊ ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ആ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന നീതി ആയോഗാണ്. നീതി ആയോഗിനെ പറ്റി പറയുമ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നിലവിലത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ മാറുന്നുണ്ട്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ നിലവിൽ ആരാണ്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? അത് അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ CEO ആയിരുന്ന BVR സുബ്രഹ്മണ്യം മാറുന്നു, പുതിയ ആൾ വരുന്നു. പുതിയ നീതി ആയോഗിന്റെ CEO എന്നറിയപ്പെടുന്നത് നിധി ചിബ്ബറാണ്. നിലവിൽ നീതി ആയോഗിന്റെ CEO എന്നറിയപ്പെടുന്ന നിധി ചിബ്ബറും വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയുമാണ്. വൈസ് ചെയർമാൻ ആരാ? അശോക് കുമാർ ലാഹിരിയുമാണ്. അടുത്ത പോയിന്റ്, 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരെന്ന് വെച്ച പടമാരാണ്? അത് യാങ് ഷുവാങ്സി ആണ്. തായ്വാൻകാരനായിട്ടുള്ള യാങ് ഷുവാങ്സി ആണ്. അദ്ദേഹത്തിന്റെ തായ്വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന കൃതിക്ക്, തായ്വാൻ യാത്രാവിവരണം എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്ന വ്യക്തി യാങ് ഷുവാങ്സി, തായ്വാനാണ് സ്വദേശം എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പോൾ യാങ് ഷുവാങ്സി, തായ്വാൻ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. കാര്യം കൂടെ അവിടെ ഓർത്തു വെക്കേണ്ടത്, ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്, അതായത് ലിൻ കിങ് ആണ്. ഇതിനെ തർജ്ജമ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ലിൻ കിങ് ആണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് മണ്ടാറിനിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ചൈനീസ് മണ്ടാറിൻ ഭാഷയിൽ എഴുതിയ തായ്വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന കൃതിയെ ലിൻ കിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യുന്നത്, വിവർത്തനം ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ലേറ്റർ ആരാണ്? അപ്പൊ ട്രാൻസ്ലേറ്റർ ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാ? അത് ലിൻ കിങ് ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പുതുതായി ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വിളിച്ച പേരാണ് പ്രോജക്റ്റ് സീറോ. എന്താണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത്? അപ്പൊ സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പുതുതായിട്ട് ആരംഭിച്ച പദ്ധതിക്ക് വിളിച്ച പേരാണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ തൂഫാൻ, ഇത് കേൾക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ജൂൺ മാസം 1 മുതൽ സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയകളെയും ലഹരി വ്യാപനത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് വേണ്ടി കേരള പോലീസ് പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ആരംഭിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ മികച്ചൊരു പരിപാടിയാണ്,
പറയാതിരിക്കാൻ കഴിയില്ല. അടുത്ത പോയിന്റ്, വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷാ അവബോധം വളർത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടി കേരള പോലീസ് പുതിയൊരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് കിഡ് ഗ്ലോ പ്രോജക്റ്റ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷാ അവബോധം വളർത്തുന്നതിന് വേണ്ടിയും സൈബർ ഭീഷണികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയും കേരള പോലീസ് ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണെന്ത്? കിഡ് ഗ്ലോ എന്ന് പറയുന്ന പദ്ധതി. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2026 മെയ് മാസം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി 2 രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആ വിലക്ക് ഏർപ്പെടുത്തിയ 2 രാജ്യങ്ങളായിരുന്നു, ഒന്ന് റഷ്യയും മറ്റൊന്ന് ബെലാറസും. അതിൽ ബെലാറസിന്റെ വിലക്ക് എന്ത് ചെയ്യാണ്? നീക്കം ചെയ്യുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ 2 രാജ്യങ്ങൾക്കും, റഷ്യയ്ക്കും ബെലാറസിനും വിലക്ക് ഏർപ്പെടുത്തിയത്. അതിൽ ബെലാറസിന്റെ വിലക്ക് എന്ത് ചെയ്യാണ്? നീക്കം ചെയ്യുകയാണ്. അപ്പോൾ 2026 മെയ് മാസം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് നീക്കം ചെയ്തത് ഏത് രാജ്യത്തിനാണ്? ബെലാറസിനാണ്. ഇനി അടുത്ത പോയിന്റ്, ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായി ഒരു ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ PV സിന്ധുവാണ്. അപ്പോൾ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിലിൽ ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ കൗൺസിൽ അംഗമായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരമാര് എന്ന് ചോദിച്ചപ്പോൾ അത് PV സിന്ധുവാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റാ സെന്റർ സാറ്റലൈറ്റ് ഏത് എന്നാണ് ചോദ്യം. പാത്ത് ഫൈൻഡർ ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ സാറ്റലൈറ്റ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റാ സെന്റർ സാറ്റലൈറ്റ് ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് പാത്ത് ഫൈൻഡർ ആണ്. രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? കൊച്ചി ടു ലക്ഷദ്വീപാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ് എന്ന് ചോദിച്ചാൽ ഏത് റൂട്ടിലാ? അപ്പൊ അത് കൊച്ചി മുതൽ ലക്ഷദ്വീപ് വരെയാണ്. രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ് എന്ന് ചോദിച്ചപ്പോൾ അത് കൊച്ചി ടു ലക്ഷദ്വീപിലാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നത്, 2026 ഏപ്രിൽ മാസം പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്, പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് എന്ന് വിളിക്കുക. ഒപെക്, അതുപോലെ തന്നെ ഒപെക് പ്ലസ് എന്നിവയിൽ നിന്നൊക്കെ പിന്മാറാൻ തീരുമാനിച്ച രാജ്യം UAE ആണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? തെക്കേ അമേരിക്കൻ രാജ്യം. അത് അർജന്റീനയാണെങ്കിൽ ഈ പറയുന്ന ഒപെക്കിൽ നിന്ന് 2026 ഏപ്രിൽ മാസം പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് പ്ലസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചതാരാ? അത് UAE ആണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റ്, ഒരു ഡിജിറ്റൽ വിലാസത്തെ കുറിച്ചാണ്. എൻ്റെ പേര് ധ്രുവ എന്നാണ്. എന്താ സംഭവം? ഭാരതീയ തപാൽ വകുപ്പ് പിൻകോഡ് സംവിധാനത്തിന് പകരം കൊണ്ടുവരുന്ന ഒരു ആധുനിക ഡിജിറ്റൽ വിലാസമാണ് ധ്രുവ. അപ്പൊ പിൻകോഡിന് പകരം നമ്മുടെ തപാൽ വകുപ്പ് കൊണ്ടുവരുന്ന പുതിയൊരു ഡിജിറ്റൽ വിലാസമാണ് ധ്രുവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ചന്ദ്രനിൽ സ്ഥിരമായ ഒരു താവളം പണിയുന്നതിന് വേണ്ടി പദ്ധതിയിടുന്ന പ്രമുഖ ബഹിരാകാശ ഏജൻസി ഏത് എന്നാണ് ചോദ്യം. അത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ്. അപ്പോൾ ചന്ദ്രനിൽ സ്ഥിരമായ ഒരു താവളം പണിയുന്നതിന് വേണ്ടി പദ്ധതിയിടുന്ന ഒരു പ്രമുഖ ബഹിരാകാശ ഏജൻസി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് നാസയാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ്. അടുത്തത്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സിന്റെ 2026 ഗോഡാർഡ് ആസ്ട്രോണോട്ടിക്സ് അവാർഡ് നേടിയ ഇന്ത്യൻ ദൗത്യം ചാന്ദ്രയാൻ 3. അപ്പൊ ചാന്ദ്രയാൻ 3ക്ക് ഒരു അവാർഡ് കിട്ടുന്നു. എന്തിൻ്റെയാ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ 2026 എന്ത് പുരസ്കാരമാ? ഗോഡാർഡ് ആസ്ട്രോണോട്ടിക്സ് അവാർഡ് നേടിയ ഇന്ത്യയുടെ ദൗത്യമാണ് ചാന്ദ്രയാൻ 3. ദെൻ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 2026-27 വർഷത്തിൽ രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ ആര് എന്നാണ് ചോദ്യം. D. പുരന്ദേശ്വരിയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് 2026-27 വർഷത്തിൽ ഒരു പുതിയൊരു പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് D. പുരന്ദേശ്വരിയാണ്.
അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. അത് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രതിമാസം എത്ര രൂപ? 3000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി. ഈ അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് വെസ്റ്റ് ബംഗാളാണത്. വെസ്റ്റ് ബംഗാളാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അടുത്തിലോട്ട് വരുന്നു. നമ്മുടെ ഈ സെഗ്മെന്റിലെ അവസാനത്തെ സ്ലൈഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം, ഇന്റർനാഷണൽ യോഗ ഡേ. നമുക്കറിയാം ജൂൺ മാസം 21-ാം തീയതിയാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ജൂൺ മാസം 21-ാം തീയതിയാണ് നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ അഥവാ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണത്? കൊൽക്കത്തയാണ്. അതിന്റെ തീം, അതിന്റെ പ്രമേയം, 2026 പ്രമേയം 2 സ്ഥലങ്ങളിൽ ഞാൻ രണ്ടും കണ്ടു. നമുക്ക് റിസ്ക് എടുക്കാമേ, രണ്ടും പഠിച്ചു വെച്ചേക്കാം. ഒന്ന് യോഗ ഫോർ വെൽനസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ്. അപ്പോൾ യോഗ ഫോർ വെൽനസ്, വിസ്ഡം, ജ്ഞാനത്തിനും മീൻസ് ആരോഗ്യത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും സമാധാനത്തിനും യോഗ ഫോർ വെൽനസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ്. അപ്പം ലോക സമാധാനത്തിനും ജ്ഞാനത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും യോഗ എന്നതും, അല്ലെങ്കിൽ നമുക്ക് പറയാം യോഗ ഫോർ ഹെൽത്തി ഏജിങ്. അപ്പോൾ യോഗ ഫോർ ഹെൽത്തി ഏജിങ്, ആരോഗ്യമുള്ള ആ ഒരു നാളേക്ക് വേണ്ടിയിട്ട്, ആ ഒരു ഏജിങ്ങിന് വേണ്ടിയിട്ട് യോഗ എന്നാണ്. ഈ 2 രീതി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇനി അതിൻ്റെ വേദി എവിടെയാ? കൊൽക്കത്തയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ രണ്ടും കാണുന്നുണ്ട്, അതുകൊണ്ട് രണ്ടും പഠിച്ചു വെച്ചേക്കുക. 2026 ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ 2026 ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് അഹമ്മദാബാദാണ്. 2026 ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാ? അത് അഹമ്മദാബാദാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മെയ് മാസത്തെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി കിട്ടിയാണ്, ഓക്കെയാണ്. ഇതിൻ്റെ നോട്ട്സ് മറ്റു കാര്യങ്ങൾ ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യൂ. അതിൻ്റെ പേര് ദ CA അനലിസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.